Welcome back. അപ്പോൾ ദാ നമ്മൾ ഇന്ന് ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ചിക്കൻ ചുക്ക നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ അതിന് ഒരു 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. നമുക്ക് ഇതിലേക്ക് മസാല പറ്റുന്നതിനായിട്ട് മുന്നായിട്ട് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു 3 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വറുത്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടി വരും. പകുതി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കൊക്കെ വറക്കുന്ന വരെ ഒരു ഗോൾഡൻ കളറായി വരണം കേട്ടോ സവാള. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഞങ്ങൾ കുറച്ച് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളൊക്കെ തന്നെ വേണ്ടി വരും. അതൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇട്ടും കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ സവാള ഭയങ്കരമായിട്ട് മൊരിച്ചിൽ കൂടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പാകം മതി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ മൊത്തത്തിൽ സവാളയൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് വറുത്തെടുക്കണം. ബാക്കിയുള്ള സവാളയും കൂടി ഞാൻ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവ മതി സവാള. അപ്പോൾ ഇതും നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കൻ കറിക്ക് ഈ ഒരു സവാള വഴറ്റുന്ന സമയം മാത്രം മതി കേട്ടോ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഇവിടുത്തെ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലയൊക്കെ പറ്റാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളിയും അതിന് കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്താണ്, മിക്സിയിലായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ആയിട്ട് 1/4 ടീസ്പൂൺ ആയാലും മതി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വീഡിയോയ്ക്കൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തേക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ കാശ്മീരി ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സാധാ മുളക് പൊടിയായാലും മതി. അതാകുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ ചുക്കയുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ ബാക്കി വന്നിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായി എല്ലാ മസാലയും എല്ലാവിടെ എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്ന കാര്യം തന്നെ നമ്മുടെ ചിക്കന് നല്ലൊരു കളറൊക്കെ ഉണ്ട്. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറന്നായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മസാലയൊക്കെ ഇടുന്ന അപ്പം തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി പറഞ്ഞ മാതിരി തന്നെ എല്ലാവിടെ എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇനി. ഇപ്പോൾ ഇതൊരു 1/2 മണിക്കൂറോളമായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇത് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ ചിക്കനും മസാലയും ഒക്കെ പരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ
നമ്മൾ നേരത്തെ ചിക്കൻ ഇട്ട് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പാനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൂടി തുറന്ന് നോക്കാം. ഇത് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോൾ നന്നായി കറിയൊക്കെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ട് കുക്കായിട്ടുണ്ട്. നന്നായി ഒന്ന് കറിയൊക്കെ പരണ്ട് നല്ല ഇതിലായിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ കറിയിലേക്ക് ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എല്ലാവിടെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ തുറന്ന് വെച്ച് കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറി ഇറക്കാം കേട്ടോ. ഞാനൊന്ന് ഇത്തിരി കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ഡ്രൈയിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായി മസാലയൊക്കെ പരണ്ട് നല്ല സൂപ്പറായിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അവസാനം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ നാടൻ ഡിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനം ആ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നല്ലൊരു മണവും നല്ലൊരു കാണാനും ഒരു നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലും ചിക്കൻ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇഷ്ടമാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.